നമ്മളിഷ്ടമാണ് ഭോജനം കഴിഞ്ഞ ശേഷം നമ്മുടെ പൂച്ചക്കുട്ടികളെ ഈ വഴിക്ക് കാണില്ല കേട്ടോ. അപ്പൊ ഞാൻ എവിടെയെന്ന് വന്നിട്ട് നോക്കിയപ്പോൾ ഇതാ ചമ്പിക്കുട്ടി കസേരയിൽ കിടന്ന് അസലായിട്ടുള്ള ഉറക്കത്തിലാണ്. അപ്പൊ നമ്മുടെ പീക്കിരി ചമ്പിക്കുട്ടിയോട് എന്നോടും തെറ്റിയിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഒരു അയിലമീൻ തട്ടി കളിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ മീനൊക്കെ കാണുമ്പോൾ പീക്കിരിയുടെ വിചാരം അതൊക്കെ ജീവുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തരം ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിനിങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിനെ കട്ട് ചെയ്ത് മുറിച്ചു കൊടുത്തു. അതിന് പീക്കിരി എന്നോടും ചമ്പിക്കുട്ടിയോടും തെറ്റി കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ ബമ്പിളിക്കുട്ടൻ പാമ്പേരെ വിഴുങ്ങിയ പോലെയാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. ഇനി അവന്റെ വയറ്റിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. നല്ല കുംഭകർണ സേവയിലാണ് കേട്ടോ. അവൻ ഇനി വൈകുന്നേരമാണ് കേട്ടോ എണീറ്റുള്ളൂ. എണീറ്റ ഉടനെ അവന് ഫുഡ് കൊടുക്കും വേണം. വീണ്ടും അവൻ ഒരു കുംഭകർണ സേവയിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പൊ ഇതാ നമ്മുടെ കുറിഞ്ഞിയുടെ വാഷിംഗ് മെഷീനിന്റെ അടുത്ത് ഈ കസേര ഈ വാഷിംഗ് മെഷീനും കുറിഞ്ഞിയുടെ സ്വന്തമാണ് കേട്ടോ. ഇതിൽ വേറെ ആരും കയറി കിടക്കുന്നത് കുറിഞ്ഞിക്ക് ഇഷ്ടമല്ല. കയറി കടന്നു കഴിഞ്ഞാൽ അവർക്ക് അടി ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഇതാ ഈ കസേരയിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ. കുറിഞ്ഞി എന്തോ സ്വപ്നം കണ്ടിട്ടാണ് കിടക്കണത്. മിക്കവാറും കുറിഞ്ഞിയുടെ ശത്രുവായ പൂച്ച അടിക്കണതായിരിക്കും കേട്ടോ സ്വപ്നം കാണുന്നുണ്ടാവുക. അപ്പൊ ഈ കല്ലിവിടെ എന്തായിട്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ മിക്കവാറും ഇവർക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. നോക്കുമ്പോ ദാ നമ്മുടെ ബൊമ്മിക്കുട്ടിയുടെ മുഖം കണ്ടില്ലേ, കുത്തി വീർത്തിട്ടിരിക്കുന്ന ബൊമ്മിക്കുട്ടി ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ ബൊമ്മിക്കുട്ടിയുടെ വിഷമം ചോദിച്ചാൽ മീൻ മതിയായില്ലേ ചോദിച്ചാൽ മീനൊക്കെ മതി, എനിക്കൊന്ന് മേക്കപ്പ് ചെയ്യണം എന്നാണ് കേട്ടോ ബൊമ്മിക്കുട്ടി പറയണം. ബൊമ്മിക്കുട്ടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മേക്കപ്പ് ചെയ്യണം ബൊമ്മിക്കുട്ടിക്ക്. അപ്പൊ ദാ ഒരു സിൽവറിന്റെ മാലയും തലയിൽ ഒരു പൂമ്പാറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ബൊമ്മിക്കുട്ടീനെ അത്യാവശ്യം ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ബൊമ്മിക്കുട്ടിക്ക് അതിൽ തൃപ്തിയായിട്ടില്ല അത്രോ ഇല്ല. കാരണം എന്താ വെച്ചാൽ കവിളില് റൂഷ് ഇല്ല, മസ്കാരി ഇല്ല, ലിപ്സ്റ്റിക് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബൊമ്മിക്കുട്ടി ഭയങ്കര പരിഭവം പറഞ്ഞു കേട്ടോ. കണ്ണാടിയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബൊമ്മിക്കുട്ടി ഇങ്ങനെ ചാഞ്ഞു ചെരിഞ്ഞ് നോക്കിയിട്ട് പറയാണ് ബൊമ്മിക്കുട്ടീനെ ഞാൻ ചാർലി ചപ്ലിനെ പോലെയാണ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ 3 പേരും പറഞ്ഞു കേട്ടോ, അല്ലല്ല നല്ല ഭംഗിയുണ്ട് ബൊമ്മിക്കുട്ടീനെ കാണാൻ, എന്തൊരു ഭംഗിയാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോ ബൊമ്മിക്കുട്ടി ഇങ്ങനെ മനസ്സോടെ അങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഭംഗിയുണ്ടോ എന്നൊക്കെ. അപ്പൊ ഞങ്ങളുടെ അടുത്തും ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, അതിന് പകരം നിങ്ങൾ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും എന്നെ ചെയ്തിട്ടില്ലല്ലോ, അത് എന്റെ ഉള്ള ഭംഗിയല്ലേ എന്നാണ് കേട്ടോ ബൊമ്മിക്കുട്ടി ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ, അടുത്ത തവണ നമുക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് റോഷും ലിപ്സ്റ്റിക്കും മസ്കാരിയൊക്കെ വാങ്ങിയിട്ട് ബൊമ്മിക്കുട്ടിയെ നല്ല സുന്ദരി കുട്ടിയാക്കി തരാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് കണ്ണാടി നോക്കുന്നുണ്ട് കേട്ടോ. എന്നാലും വലിയ തൃപ്തിയൊന്നും ആ മുഖത്തില്ല കേട്ടോ.